അക്യുപങ്ചർ ചികിത്സാ മരണത്തിൽ സമഗ്രാന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നു. പ്രസവശേഷം മരിച്ച നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനാണ് ഫോറൻസിക് വിഭാഗം ശുപാർശ ചെയ്തിരിക്കുന്നത്. ശാസ്ത്രീയമായ ചികിത്സ ലഭിക്കാതിരുന്നത് മൂലമാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എടക്കഴിയൂർ കല്ലുവളപ്പിൽ ഇബ്രാഹിമിന്റെ ഭാര്യ മുഹസിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അശാസ്ത്രീയ ചികിത്സ മൂലം മരിച്ച മൂസിനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമാണ് ഫോറൻസിക് വിഭാഗം ശുപാർശ നൽകിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് മരിച്ച ശിശുവിന്റെ മരണത്തിലും അന്വേഷണം നടക്കും. നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുക്കും. 6 പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചിരുന്നു. സംഭവത്തിൽ മൂസിനയുടെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ശരിക്കും അത് ചികിത്സ കിട്ടാത്തൊരു പ്രയാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ജനുവരി തുടക്കത്തിൽ ഒരു പ്രസവം എടുത്തിരുന്നു. അതായത് അവരുടെ 7ാമത്തെ പ്രസവം അത് വീട്ടിൽ അക്യുപങ്ചറിസ്റ്റായ ഭർത്താവാണ് എടുത്തത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രസവാനന്തരം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിൽ തുടർന്നുണ്ടായ ഇൻഫെക്ഷനെ തുടർന്നിട്ടാണ് കഴിഞ്ഞ 3 ദിവസം മുമ്പ് കുറച്ചധികം പ്രയാസമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. വീട്ടിൽ വെച്ചാണ് പ്രസവങ്ങൾ നടന്നിരുന്നത്. പ്രസവത്തിനിടെ ഗർഭപാത്രത്തിലും ജനനേന്ദ്രിയത്തിലും ഉണ്ടായ മുറിവും അണുബാധയുമാണ് യുവതിയെ മരണത്തിലേക്ക് നയിച്ചത്. വലിയ തോതിൽ അണുബാധയുണ്ടായിട്ടും ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്നും പരാതിയിലുണ്ട്. അക്യുപഞ്ചർ നടത്തിയതിന്റെ പാടുകളും ശരീരത്തിലുണ്ടായിരുന്നു. മൂസിനയുടെ ഭർത്താവ് ഇബ്രാഹിം പോലീസ് നിരീക്ഷണത്തിലാണ്. റിപ്പോർട്ടർ, തൃശൂർ.